हम लोग एक दूसरे का विरोधी है, हम दुश्मन नहीं है. ഇന്നത്തെ ലോക്സഭയിലും രാജ്യസഭയിലും 4 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ സ്പീക്കർമാര് അവിടെ സഭ നിർത്തിവെച്ച് പിരിഞ്ഞുപോയി. ഇതിനുള്ള കാരണം എന്താണെന്നുള്ളതാണ് ഏറ്റവും രസമുള്ള കാര്യം. നമ്മൾ വിചാരിക്കും സഭയുടെ അകത്ത് പ്രതിപക്ഷം എന്തെങ്കിലും വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ പ്രതിപക്ഷം രൂക്ഷമായിട്ട് വല്ല വിമർശനം നടത്തി സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി, അല്ലെങ്കിൽ അവിടെ കോലാഹലം ഉണ്ടാക്കിയതില്ലേ. പക്ഷെ ഇപ്രാവശ്യം പ്രതിപക്ഷം ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഭരണപക്ഷമായിരുന്നു സഭ നിർത്തിവെക്കാൻ പറഞ്ഞതും അല്ലെങ്കിൽ ബഹളം ഉണ്ടാക്കാനുള്ള കാരണം. प्रश्नकाल हम लोग सब इस सदन का सदस्य है, अलग अलग पार्टी से. हम लोग एक दूसरे का विरोधी है, हम दुश्मन नहीं है. ഇതിനുള്ള കാരണം പ്രതിപക്ഷവും ഭരണപക്ഷവും സഭക്കകത്തുള്ള എന്തെങ്കിലും പ്രശ്നമാണോ? അതുമല്ല, പുറത്തുള്ള ഒരു കാര്യത്തിന്റെ പേരില്ല. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്നലെ അതുപോലെ തന്നെ ഒരു വലിയ മഹാറാലി നമ്മുടെ ഡൽഹി രാംലീല മൈതാനത്ത് നടക്കുന്നുണ്ട് അല്ലേ. വോട്ട് ചോര്, അതായത് വോട്ട് കട്ടവരോണ്ട് കസാരയിൽ ഇറങ്ങി പോകണം എന്നാണ് മുദ്രാവാക്യം. അപ്പം ഈ ഒരു സമ്മേളനത്തിന് വന്നിട്ടുള്ള ആളുകളുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരക്കണക്കിലാണ്, ലക്ഷങ്ങളാണെന്ന് വേണമെങ്കിൽ പറയാം. അത്രയും കൂടുതൽ ആളുകൾ തടിച്ചു കൂടിയിട്ടുണ്ട്. ഈവൻ പ്രധാനമന്ത്രി മോദിജി ഒരു റാലി പങ്കെടുത്താൽ പോലും അപ്പുറത്തും ഇപ്പുറത്തും സംസ്ഥാനങ്ങളിൽ നിന്ന് ആൾക്കാർക്ക് 1000 റുപ്പിയും അല്ലെങ്കിൽ ബസ്സിന്റെ കൂലിയും കൊടുത്ത് കൊണ്ടുവരുന്ന സ്ഥാനത്ത് രാഹുൽ ഗാന്ധിയുടെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഈ ഒരു മഹാറാലിക്ക് വന്ന ആളുകൾ തടിച്ചു കൂടിയിട്ട് ഡൽഹി മൊത്തം സ്തംഭിച്ചിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്. ഇത് കണ്ട് സഹിക്കാൻ പറ്റാതിരുന്ന ഒരു സമയത്ത് ഒരാള് മോദിജിയുടെ കുഴിമാടത്തിനെ പറ്റി സംസാരിച്ചു. അതെ, മോദിജിയുടെ കുഴിമാടം കാണണം എന്നാണ് ആ ഒരാൾ പറഞ്ഞത്. അപ്പം തീർച്ചയായിട്ടും ഗൗരവമുള്ളൊരു കാര്യം തന്നെയാണ്. പാർലമെന്റ് എന്നല്ല, ഇന്ത്യ മൊത്തം അങ്ങനെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ചോദ്യം ചെയ്യണം. കാരണം നമ്മുടെ പ്രധാനമന്ത്രിയാണ്, പ്രധാനമന്ത്രിക്കെതിരെ അങ്ങനെയൊക്കെ ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. ഈ ഒരു കാരണം കൊണ്ടാണ് നമ്മുടെ സഭ ഇന്ന് നിർത്തിവെച്ചത്. അല്ലെങ്കിൽ ഭരണപക്ഷത്തെ MP-മാരും മന്ത്രിമാരും വലിയ കോലാഹലങ്ങൾ സഭക്കകത്ത് ഉണ്ടാക്കിയതും ഈ പറഞ്ഞ ലോക്സഭയും അതുപോലെ തന്നെ രാജ്യസഭയും ഇന്ന് സ്റ്റോപ്പ് ചെയ്തതും. ഇനി നമ്മൾ നോക്കുന്നത് ആരാണ് മോദിജിയുടെ കുഴിമാടം കാണണം എന്ന് ഈ ഒരു പരിപാടിയിൽ പറഞ്ഞത്. രാഹുൽ ഗാന്ധിയാണോ? അല്ല. സോണിയാഗാന്ധി? അല്ല. ഖാർഗെയാണോ? അതുമല്ല. ഇനി അവിടെ കൂടിയിട്ടുള്ള ഏതെങ്കിലും നേതാക്കൾ സ്റ്റേജിൽ നിന്നാണോ ഇത് പറഞ്ഞത്? ആരുമല്ല. ഇനിയിപ്പം മറ്റു വല്ല സംസ്ഥാനത്ത് നിന്ന് വന്നിട്ടുള്ള നേതാക്കൾ, അവിടെ പ്രോഗ്രാമിന് പങ്കെടുത്ത നേതാക്കൾ ആരെങ്കിലും പത്രസമ്മേളനത്തിൽ വിളിച്ചു കൊടുത്ത സമയത്ത് കൊടുത്തതോ അല്ലെങ്കിൽ വേറെ വല്ല ഇന്റർവ്യൂസിലാണോ പറഞ്ഞത്? അതൊന്നുമല്ല. പിന്നെ ആരാണ് പറഞ്ഞത്? ആ വഴിയിൽ നിന്ന് ഏതോ 2-3 പെണ്ണുങ്ങൾ, അല്ലെങ്കിൽ ഈ പരിപാടി കാണാൻ വന്ന ഏതോ പ്രവർത്തകരാന്ന് പറഞ്ഞിട്ടുള്ള 2-3 ആൾക്കാർ അവരിതിങ്ങനെ മുദ്രാവാക്യം പോലെ വിളിച്ചു പറഞ്ഞു. അത് ഇവിടെ ഏതോ ഒരു പേപ്പർ കട്ടിങ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ന്യൂസ് അത് ക്യാപ്ചർ ചെയ്തു. ഇനി രക്ഷയില്ല. മോദിജിനെ പറ്റി കോൺഗ്രസ്സുകാർ അതല്ലെങ്കിൽ BJP അല്ലാത്ത ആളുകൾ ഇങ്ങനെയാണ് പറയുന്നത്, മോദിയുടെ കുഴിമാടം കാണണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇനി ഞങ്ങൾ പാർലമെന്റിൽ ഇരിക്കില്ല. ഞങ്ങൾ പ്രതിപക്ഷത്തിനെയും ഞങ്ങൾ മറ്റ് സകല ആളുകളെയും ഞങ്ങൾക്ക് ദേഷ്യമാണ്, ഞങ്ങൾ പാർലമെന്റിൽ ഇരിക്കില്ല, ഞങ്ങൾ നിങ്ങളുടെ ശത്രുവല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള പ്രശ്നം അത് രാജ്യസഭയിൽ നദ്ദയാണ് ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ ലോക്സഭയിലോട്ട് വരുമ്പം നമ്മുടെ പാർലമെന്ററി കാര്യമന്ത്രി റിജു ആണ് എഴുന്നേറ്റ് നിന്നും അവരുടെ പ്രതിഷേധം അറിയിച്ചത്. അതുകൊണ്ട് നമ്മളൊക്കെ കൊടുത്ത് പൈസ കൊടുത്ത് ഇവന്മാരുടെ ഒക്കെ പൈസ കൊടുത്ത് ഉണ്ടാക്കിയിട്ട് ഒരു പ്രശ്നങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് ലോക്സഭയിലും അതുപോലെ തന്നെ രാജ്യസഭയിലും പറഞ്ഞു വിട്ട് മിനിറ്റുകൾക്ക് ലക്ഷങ്ങളുടെ വിലയുള്ള ആ സമയവും അല്ലെങ്കിൽ ആ ഒരു ടാക്സിന്റെ പൈസയും വെച്ച് നിൽക്കുന്ന സ്ഥലത്ത് ഏതോ റോട്ടിലൂടെ നടന്നുപോയ ആരോ ഒന്ന് മോദിജിയുടെ കുഴിമാടം കാണണം എന്ന് പറഞ്ഞ കാര്യം കൊണ്ട് സഭ അങ്ങോട്ട് നിർത്തിവെച്ചു. ഇനി അതിന് തീരുമാനം ഉണ്ടാക്കണം. തീരുമാനം എങ്ങനെ വേണം? സോണിയാഗാന്ധി മാപ്പ് പറയണം, അതല്ലെങ്കിൽ രാഹുൽ ഗാന്ധി മാപ്പ് പറയണം. അടിപൊളി. हम लोग सब इस सदन का सदस्य है, अलग अलग पार्टी से. हम लोग एक दूसरे का विरोधी है, हम दुश्मन नहीं है. आप बात को सुनो, गंभीरता से सुनो बात को. हम लोग एक दूसरे के दुश्मन नहीं है, हम एक दूसरे के विरोधी है. 2014 में BJP का एक MP ने एक गलत शब्द प्रयोग किया था विरोधियों के ऊपर. प्रधानमंत्री मोदी जी ने तुरंत अपना MP को माफी मांगने के लिए कहा और उन्होंने माफी मांगी, क्योंकि हम इस सदन में लोगों के द्वारा चुने हुए प्रतिनिधि के हिसाब से काम करते हैं. कल कांग्रेस के रैली में प्रधानमंत्री मोदी जी का कब्र खोदने के लिए बात कहा गया है. यह इस देश के लिए बहुत दुखद समय है कि कांग्रेस पार्टी ऐसा शब्दों का इस्तेमाल करते हैं और सारे कांग्रेस
कांग्रेस पार्टी पूरे का पूरे नेतृत्व उस रैली में मौजूद थे और प्रधानमंत्री मोदी जी का कमर खोदने के लिए इन्होंने नारा लगाया। इस देश के लिए इससे शर्मनाक, इससे ज्यादा दुर्भाग्यपूर्ण कोई चीज नहीं हो सकता है कि देश के प्रधानमंत्री 140 करोड़ के नेता, विश्व में सबसे प्रसिद्ध, सबसे मजबूत नेता आदरणीय प्रधानमंत्री मोदी जी का कमर खोदने के लिए कांग्रेस की रैली में बात कहा गया है। मैं चाहता हूँ कांग्रेस के नेतृत्व माफी मांगना चाहिए, इस सदन के माध्यम से देश से माफी मांगना चाहिए। राज्यसभा में भी, लोकसभा में കഴിഞ്ഞ ഒരു മാസം മുമ്പായിരുന്നു കേരളത്തിൽ ഒരു പ്രമുഖ വാർത്താ മാധ്യമത്തിലെ ഒരു ഡിബേറ്റിൽ ഇരുന്നിട്ട് ഏതോ ഒരു മലവാണം സംഘിക്കുട്ടൻ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് തൊളവെഴുത്തും എന്ന് പറഞ്ഞിരുന്നത്. എന്നിട്ട് പ്രധാനമന്ത്രി മാപ്പ് പറഞ്ഞോ? അതല്ലെങ്കിൽ രാജ്യത്തെ ഏതെങ്കിലും BJPയുടെ നേതാക്കൾ മാപ്പ് പറഞ്ഞോ? ഇല്ല. അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ പരവാണം മാപ്പ് പറഞ്ഞോ? അതും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പോലീസ് കേസ് എടുത്തു. എന്നിട്ട് രാജ്യത്ത് കുലുക്കമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ കാര്യങ്ങൾ സംസാരിച്ചു, കാര്യങ്ങൾ പറഞ്ഞു. ആരും ഇവിടെ മാപ്പ് പറയാനും വന്നിട്ടില്ല, ഒന്നും വന്നിട്ടില്ല. അതാരാണ്? BJPയുടെ ഒരു നേതാവാണ്. അവന്റെ പേര് എന്തോ ഒരു മഹാദേവനാണ്, എന്തോ ഒരു മഹാദേവനാണ്. എൻ്റെ പേരൊന്നും എനിക്കറിയില്ല. എൻ്റെ സെക്കൻഡ് നെയിം ഒരു ഓർമ്മയിൽ നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞു. പ്രിന്റു മഹാദേവൻ, പൊട്ടൻ തന്നെയാണ് ആ പറഞ്ഞത്. അത് ഒരു നേതാവ് ഒരു ഡിബേറ്റിൽ പ്രമുഖ ചാനലിൻ്റെ അകത്തിരുന്നിട്ട്, ഈ തോന്നുന്ന മാതൃഭൂമിയോ ഏഷ്യാനെറ്റോ എന്നാണ്, അതെ, എത്തിയിരുന്നിട്ടായിരുന്നു ഇമ്മാതിരി ഒരു വർത്താനം പറഞ്ഞിരുന്നത്. അപ്പം ഇത് റോട്ടിലൂടെ നടന്നുപോയ ഏതോ ഒരു പ്രവർത്തക മോദിജിയുടെ കുഴിമാടം കാണണം എന്ന് പറഞ്ഞതിന് രാജ്യസഭയും ലോകസഭയും അങ്ങ് സ്തംഭിപ്പിച്ച് ഇറങ്ങിപ്പോയി. 12 മണി വരെ ഇന്ന് സഭ കൂടിയില്ല എന്നുള്ളതാണ് സത്യം. ഏതാണെങ്കിലും നമുക്ക് ആ സ്ത്രീ പറഞ്ഞ അല്ലെങ്കിൽ ആ പെണ്ണുങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള കമന്റ് അല്ലെങ്കിൽ അവരുടെ വീഡിയോ ക്ലിപ്പ് ഒന്ന് കാണാം. അപ്പൊ ഇതാണ് അവർ സംസാരിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇത് സംസാരിച്ചതാണോ പ്രശ്നം? അല്ല, ഇതൊന്നുമല്ല പ്രശ്നം. കാരണം പാർലമെന്റിൽ നമ്മൾ സംസാരിക്കുന്നത് എന്താ? ഇപ്പം നമ്മുടെ ഭരണപക്ഷം അംഗീകരിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്ക് വിളിക്കുന്നത് എന്താണ്? വല്ല 150 കൊല്ലം മുമ്പത്തെ വന്ദേ മാതരത്തിന്റെ കണക്കോ അല്ലെങ്കിൽ മോദിജി ടൂർ പോയ കണക്കോ ഇതൊക്കെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാറുള്ളൂ. അല്ലാതെ രാജ്യത്തെ പൊതു പ്രശ്നങ്ങൾ, മലിനീകരണം പോലത്തെ പ്രശ്നങ്ങൾ, അതല്ലെങ്കിൽ രാജ്യം അനുഭവിക്കുന്ന ഈ SIR പോലത്തെ ഇഷ്യൂസ്, വോട്ട് ചോരി ഇഷ്യൂസ്, അല്ലെങ്കിൽ നമ്മുടെ രൂപയുടെ അവസ്ഥ, ഇന്ത്യ കൺട്രിയുടെ അവസ്ഥ, നമ്മുടെ ഫോറിൻ പോളിസീസ്, ഇതൊന്നും നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. നേരമില്ല. ഒക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭരണപക്ഷത്തിരിക്കുന്ന സകല കൾട്ടുവാണങ്ങളും ബബ്ബടിച്ചിരിക്കും എന്നറിയുന്നത് കൊണ്ട് ഇതൊന്നും സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ ദിവസം നമുക്ക് എന്തെങ്കിലും കിട്ടണം. ഇത്രയും ദിവസം നമ്മൾ വന്ദേമാതരായിട്ടും അതായിട്ടും ഇതായിട്ടും തട്ടിത്തിരിഞ്ഞ് ഇങ്ങനെ വരെ എത്തി. ഇനിയിപ്പോൾ 2-3 ദിവസം കൂടെ ഒക്കെ ഉള്ളൂ. ആ 2-3 ദിവസം കൂടെ എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ചു നിൽക്കണം. അതല്ല, ഇത്രയും പൈസയും കൊടുത്ത് ഇവന്മാർ അവിടെ കൊണ്ട് ഇരുത്തി ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ സംസാരിക്കുന്ന അവസ്ഥയിലോട്ട് എത്തിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ പണി പോകും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് മൊത്തത്തിൽ പണി കിട്ടും എന്നറിയുന്നത് കൊണ്ട് ഇത്തരത്തിലുള്ള ഡിസ്കഷൻസ് വരാണ്ടിരിക്കണമെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചൊറിയെടുത്തേ പറ്റുള്ളൂ. അതുമാത്രമല്ല, ഈ പറഞ്ഞ ഇത്രയും വലിയൊരു മഹാറാലി അവിടെ നടക്കുന്നത് കണ്ടിട്ട് സഹിക്കാൻ നമ്മുടെ ഈ പറഞ്ഞ ഒരു BJP വേട്ടാവളിയന്മാർക്കും പറ്റുന്നില്ല, സഹിക്കുന്നില്ല എന്നാണ് അതിൻ്റെ ഒരു പൊതുവായ സത്യം. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവന്മാർ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. വളരെ വ്യക്തമായിട്ട് ഇന്നലെ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയും ഗാഗയും ഒക്കെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഇവർക്ക് കുറുക്കി കൊള്ളുന്ന പോലത്തെ ചില ഡയലോഗുകളൊക്കെ ഇന്നലെ സംസാരിച്ചത്. ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത്രയും പേടിയിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇവന്മാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇതാണ് അതിൻ്റെ സത്യം. കോടിക്കണക്കിൽ രൂപ കൊടുത്ത് ഇവന്മാർ അവിടെ കൊണ്ട് ഇരുത്തിയിട്ട് ഏതോ റോട്ടിൽ കൂടെ നടന്നു പോയ ഏതോ ഒരു പ്രവർത്തകൻ വിളിച്ചു പറഞ്ഞു എന്നും പറഞ്ഞ് ഇവന്മാർ കാണിക്കുന്ന ഈ ഒരു പരിപാടിക്ക് എത്ര പേര് സപ്പോർട്ട് ചെയ്യും? അല്ലെങ്കിൽ പറഞ്ഞ സംഖ്യകളെ നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കടാ. നിന്റെയൊക്കെ പൈസ പട്ടിണിയാണെങ്കിൽ നീയും കൊടുക്കുന്നില്ലേ ടാക്സ്? അതിൻ്റെ ഒക്കെ പൈസ എടുത്തിട്ടാണ് ഇവന്മാർ ഇരിക്കുന്നത്. ഇവിടെ നിനക്ക് വേണ്ടി വല്ലതും ചെയ്തെന്നോ? അറ്റ്ലീസ്റ്റ് മോദിജി കക്കൂസ് ഉണ്ടാക്കി കൊടുത്ത എല്ലാവർക്കും നിനക്കൊരു കക്കൂസെങ്കിലും കിട്ടിയോ? ഇല്ല, ഒരു കുന്തും കിട്ടിയിട്ടില്ല ഈ സംഖ്യക്ക്. എവിടോ ഏതോ ഞാൻ കഴിഞ്ഞ ദിവസം കണക്ക് പറഞ്ഞു, എത്ര 12,000 കോടിയിട്ടാണ് മൊത്തം കക്കൂസ് ഉണ്ടാക്കാൻ ചിലവ്. ആകെ 137 കോടിയിട്ട് ചിലവാക്കി. ബാക്കി ഫണ്ട് പോലും എവിടെയെന്ന് അറിയാത്ത അവസ്ഥയില്ല നമ്മുടെ രാജ്യത്തെ കക്കൂസ് പണിയുടെ അവസ്ഥ. അതുപോലെ ഓരോ കാര്യങ്ങളും, മോദിജിയുടെ വീടുണ്ടാക്കലും മോദിജിയുടെ സകല തട്ടിപ്പും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ആൾക്കാർ പൊളിച്ച് വെളുത്തിട്ടുണ്ട്. അത് കാണാണ്ടിരിക്കാനോ അതിനെപ്പറ്റി ചർച്ച ചെയ്യാണ്ടിരിക്കാനോ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ പിടിച്ചേ പറ്റുവന്മാർക്ക്. देखा, नरेंद्र मोदी के इलेक्शन कमिश्नर नहीं हो, इस कानून को हम बदलेंगे और आपके खिलाफ एक्शन लेंगे. രാഹുൽ ഗാന്ധി ഇന്നലത്തെ പ്രസംഗത്തിൽ, ഈ രാംലീല മൈതാനത്തെ പ്രസംഗത്തിൽ ഏറ്റവും രൂക്ഷമായിട്ട് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ രാജ്യത്തെ വോട്ട് കളവിനെ പറ്റി, അതായിരുന്നല്ലോ മെയിൻ ചർച്ച.
വോട്ട് കളവ് മാത്രമല്ല, നമ്മുടെ പ്രധാനമന്ത്രി എത്തരത്തിൽ വോട്ട് കട്ടിട്ടാണ് ജയിച്ചു വരുന്നതെന്നും നമ്മുടെ സെലക്ഷൻ കമ്മീഷൻ പ്രധാനമന്ത്രിക്ക് വേണ്ടിയിട്ട് എന്ത് വിടുപണിയാണ് എടുക്കുന്നത് എന്നുള്ളതിനെ പറ്റി രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളായിരുന്നു രാഹുൽ ഗാന്ധി ഇന്നലെ ചെയ്തത്. അതുപോലെ തന്നെ ഈ ഇലക്ഷൻ കമ്മീഷന്റെ നിയമം മാറ്റിയത് എത്രത്തോളം കുരുട്ട് ബുദ്ധി പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ അമിട്ടിന്റെ അകത്തുള്ളത് കൊണ്ടാണ് എന്നുള്ള രൂക്ഷ വിമർശനം ഇന്നലെ നടത്തിയിരുന്നു. അത് മാത്രമല്ലാതെ അമിത്ഷായുടെ കൈകൾ ഇന്നലെ വിറച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രധാനമന്ത്രി പാർലമെന്റിൽ എന്താ പറയുക, കുറെ വിഡിത്തങ്ങൾ പറഞ്ഞങ്ങ് ഇറങ്ങിപ്പോയി. പിന്നെ ഉപര വഴിക്ക് വന്നിട്ടില്ല. പിന്നുള്ളത് അമിത്ഷാ ആയിരുന്നു ഇതിനുള്ള മറുപടി പറയാൻ നിന്നിരുന്നത്. ആ അമിത്ഷാ ഇന്നലെ രാഹുൽ ഗാന്ധി തിരിച്ച് ഒരു വെല്ലുവിളി വിളിച്ചപ്പോഴേക്കും എന്നെ ചോദ്യം ചെയ്യാൻ ആരാടാ നീ, അല്ലെങ്കിൽ ഞാൻ എന്ത് പറയണം ഏത് പറയണം ഞാൻ ചിന്തിച്ചോളാം എന്നും പറഞ്ഞ് വിറച്ചുകൊണ്ട് സാലെ വരെ വിളിച്ചിട്ടുള്ള നമ്മുടെ ഹോം മിനിസ്റ്ററൊക്കെ നമ്മൾ ഇന്നലെ കണ്ടു. കൈ വിറച്ചിട്ടും തല ചൊറിഞ്ഞിട്ടും വിറച്ചിരിക്കുന്ന അമിട്ടിന്റെ മൂട്ടിലാണ് പൊട്ടിയത് ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങൾ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതുകൊണ്ടൊക്കെ തന്നെ ആയിരുന്നു ഇത്രയും കാര്യങ്ങൾ പേടിച്ചിരിക്കുന്ന ഒരു ഭരണപക്ഷത്തിന്റെ ഇടയിലോട്ട് ഇങ്ങനെ ഇത്രയും വലിയൊരു റാലി വരുന്നു, ഇത്രയും ആളുകൾ അവിടെ കൂടുന്നു, പച്ചക്ക് കള്ളന്മാരെ ഇറങ്ങിപ്പോയെന്നുള്ള ഡയലോഗുകൾ പറയുന്നതെല്ലാം കൂടെ കണ്ട് വെകിളി കൊണ്ടിരിക്കുമ്പോഴാണ് ഏതോ റോട്ടിൽ കൂടെ നടന്നു പോയിട്ടുള്ള ഏതോ ഒരു പെണ്ണ് പ്രധാനമന്ത്രിയുടെ കുഴിമാടം കാണണം എന്ന് പറയും. എന്തായാലും വേണ്ട, അതുമ്മ പിടിക്കാം, സംഘികൾക്ക് അതങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പാവങ്ങൾ അതിന്റെ മേലെ കയറിക്കോളും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് ഇതൊരു വലിയ പ്രശ്നമാക്കാം എന്ന് നമ്മുടെ സഭയിലുള്ള എല്ലാ BJPയുടെ വെട്ടാവളിയന്മാരും വിചാരിച്ചത്. അതാണ് നമ്മൾ ഇന്ന് പാർലമെന്റിൽ കണ്ടത്. അപ്പം നിങ്ങൾ തന്നെ പറ, ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ ചെയ്യണോ, അതോ രാജ്യത്തിന്റെ ആവശ്യമായിട്ടുള്ള, രാജ്യത്ത് എന്താണോ ഇപ്പം നടക്കുന്നത്, രാജ്യത്തിന്റെ അവസ്ഥകളെ പറ്റി ചർച്ച ചെയ്യണോ? ഈ ചർച്ചകൾക്ക് എന്തുകൊണ്ടാണ് ഭരണപക്ഷം അംഗീകാരം കൊടുക്കാത്തത് എന്നൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്യും. നമുക്ക് നോക്കാം ഏറ്റവും കൂടുതൽ ആളുകൾ എന്താണ് കമന്റ് ചെയ്യുന്നത്. സംഖ്യകളെ നിങ്ങൾ വീഡിയോ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും കമന്റ് ചെയ്യാട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങളുടെ കാര്യങ്ങൾ നടക്കണ്ടല്ലേ. എപ്പോഴും ഇങ്ങനെ പശുമൂത്രം ചാണകം കഴിച്ച് ജീവിച്ചാൽ മതിയോ? പോരല്ലോ അല്ലേ.